എല്ലാവർക്കും ഫുഡ് ആൻഡ് സവാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എരുമയുടെ കുടലാണിത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് പച്ചക്കായിട്ട് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് കുടലൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് കറി തയ്യാറാക്കാം. അടുത്തായിട്ട് നമുക്ക് കുടലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിടി. അപ്പോൾ നമുക്ക് കുടൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കുടലൊന്ന് വേവിക്കണം. അപ്പോൾ നല്ലോണം നമുക്കൊരു 5-6 വെള്ളത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കുക്കറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ കുടൽ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. 10 പച്ചമുളകാണ്. ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് നമുക്ക് തൊണ്ടളയാതെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 വെളുത്തുള്ളി. പിന്നീട് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 75 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാണ്. പിന്നെ നമുക്ക് കുടലിന്, അതായത് പോട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് നമുക്ക് കുടൽ വേവാൻ ആവശ്യമായിട്ടുള്ള നല്ല വേവുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ കുടൽ മുങ്ങുന്ന അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ നമുക്ക് മൂടിയിട്ട് വേവിക്കാനുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കുടൽ വേവിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടേക്കണം. കുക്കറിൽ ഏകദേശം 25 വിസിലോളം വേവ് വരും. വേവുള്ള റൈറ്റാണ് കുടലെന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ അത് കൂടാതെ നമുക്ക് തേങ്ങ എടുക്കാനുണ്ട്. നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന 1.5 കിലോ കുടലാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് നമുക്ക് അടുത്തായിട്ട് വറുത്തരക്കാനുണ്ട്. പിന്നീട് നമുക്ക് വറുത്തരച്ചിട്ട് തന്നെ മസാല തയ്യാറാക്കാം. കുടൽ പച്ചക്കായ ചേർത്തിട്ടാണ് നമ്മളിന്ന് കുടൽ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ പച്ചക്കായ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പച്ചക്കായ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. തേങ്ങ വറുത്തരക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. പട്ട ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഏലക്കയും ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് 3
ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ട് വെച്ചിട്ട് ഇത് വെള്ളം ഒഴിക്കാതെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ കുടൽ വെച്ചിട്ട് 25 വിസിലോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഉരുളി ചെറുതരുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച കുടൽ നമുക്ക് ഇതിലേക്ക് പകർത്തി കൊടുക്കാം. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് പച്ചക്കായ വേവിക്കാനായിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച പച്ചക്കായ നമുക്ക് കുടൽ വേവിച്ച അതേ കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കായ വേവിക്കാനായിട്ട് നമുക്ക് ഈ കുടൽ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് പച്ചക്കായ വേവിച്ചെടുക്കാം. അപ്പോൾ പച്ചക്കായക്ക് ഒരുപാട് വേവൊന്നുമില്ല. നമുക്ക് ഒരു വിസിലടിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എയർ പോയതിന് ശേഷം നമുക്ക് പച്ചക്കായ നമുക്ക് വേവിച്ച കുടലിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുടൽ കറി തയ്യാറാക്കാം. ലേശം മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് പച്ചക്കായ വേവിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു വലിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ മുഴുവനും ചേർക്കരുത്, കുറച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ബുഷ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ കുടൽ വേവിച്ചിട്ട് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയാണിത്. നമ്മൾ വറുത്തരച്ചാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അത് ലേശം വെളിച്ചെണ്ണ ചേർത്തിട്ട് അരച്ചെടുത്താണ്. മസാല നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ലോണം അരപ്പിട്ടതിന് ശേഷം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് വേവിച്ച് വെച്ച പച്ചക്കായാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുടലും പച്ചക്കായും ഇട്ട് വറുത്തരച്ച് വെച്ചാൽ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം.